ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ADGP MR അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിച്ചിരിക്കുന്നു. ശനിയാഴ്ച മുതൽ അവധിയിൽ പ്രവേശിക്കേണ്ടിയിരുന്നതാണ്. പെട്ടെന്ന് അവധി അപേക്ഷ പിൻവലിക്കാൻ കാരണം എന്തായിരിക്കും ഉമേഷ് ബാലകൃഷ്ണൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും അവധി പിൻവലിക്കാനുള്ള കാരണമാണ് ഇപ്പോഴും വ്യക്തമാകാത്തത്. ഇന്നലെ രാത്രിയോടുകൂടി DGPക്ക് കത്ത് നൽകിയിരിക്കുന്നു. 14-ാം തീയതി മുതൽ 4 ദിവസമാണ് അവധി അപേക്ഷ നൽകിയിരുന്നത്. അത് DGP അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സമയത്തുള്ള അവധിയിൽ പോകുന്നത് ഒരുപക്ഷെ അവധി നീട്ടാനുള്ള നിർദ്ദേശം ഒരുപക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ DGPയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമോ? ഒപ്പം PV അൻവർ അടക്കം ഉന്നയിച്ച ആരോപണം അവധിയിൽ പോകുന്നത് തെളിവ് നശിപ്പിക്കാനാണ് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അത്തരത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ആരോപണം ഇനി ഉയരാതിരിക്കാനാണോ തുടങ്ങി രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകിൽ ഈ അവധിയിൽ പോകുന്നത് അവധി തുടരാൻ ഒരുപക്ഷെ സർക്കാർ നിർദ്ദേശിച്ചാൽ അതൊരു അച്ചടക്ക നടപടിയായി വിലയിരുത്തപ്പെടും എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അദ്ദേഹം അവധി അപേക്ഷ നൽകിയത് തന്നെ ഇത്തരത്തിൽ വിവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് എന്നുള്ള മാധ്യമ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ഒരുപക്ഷെ അദ്ദേഹം കരുതിയിട്ടുണ്ടാകാം. അല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ PV അൻവർ ഇനി നേരത്തെ സുജിത്ദാസ് അവധിയിൽ പോയത് തെളിവ് നശിപ്പിക്കാനാണ് എന്ന് കൃത്യമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഈ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിലെ തെളിവ് നശിപ്പിക്കാനുള്ള നടപടികൾ എടുത്തിരുന്നു എന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. അതുപോലെ ഇനിയൊരു ആരോപണം തനിക്ക് നേരെ ഉണ്ടാകരുത് എന്നുള്ള ഒരു ജാഗ്രതയോടുകൂടി ഒരുപക്ഷെ അവധി വേണ്ട എന്നുള്ള നിലപാട് എടുത്തതാണോ എന്നുമെല്ലാം അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകം ഇന്ന് അല്ലെങ്കിൽ നാളെയോ ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ എന്നുള്ളതാണ്. മാറ്റിയാൽ ഒരുപക്ഷെ ഇതിൽ ഏകദേശം വ്യക്തത വരും. മാറ്റിയില്ല എങ്കിൽ അതൊരു സമ്മർദ്ദ തന്ത്രമായി കൂടി വേണമെങ്കിൽ വിലയിരുത്താം. താൻ അവധി പോലും ഉപേക്ഷിച്ച് നിൽക്കുകയാണ്, വേണമെങ്കിൽ മാറ്റിക്കൊള്ളൂ എന്നുള്ള ഒരു വെല്ലുവിളിയായി സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുന്ന ഇന്നത്തെ ദിവസത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഇതിപ്പോൾ LDFന്റെ യോഗം ചേരുകയാണ്. LDFൽ CPIയും NCPയും ഒക്കെ ഈ അജിത് കുമാറിന്റെ സന്ദർശനത്തിൽ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഷംസീറിന്റെ ഈ RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന പ്രസ്താവനയ്ക്കെതിരെയും വലിയ വിമർശനമാണ് ഇടതുമുന്നണിയിൽ തന്നെ ഉയരുന്നത്. അപ്പോൾ LDFന്റെ യോഗത്തിന് മുമ്പ് തന്നെ MR അജിത് കുമാറിനെ മാറ്റാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതല്ല LDF യോഗത്തിന് ശേഷം കാര്യങ്ങൾ CPIയോട് വിശദീകരിക്കുമോ? കാരണം CPIയുടെ ഒരു ആവശ്യം LDF യോഗത്തിലേക്ക് പോകും മുമ്പ് തന്നെ MR അജിത് കുമാറിനെ മാറ്റി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ LDF യോഗം വരെ ഒരുപക്ഷെ കാക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ? എന്തായാലും 10 മണിക്ക് ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ക്യാബിനറ്റ് യോഗത്തിൽ ഇത് ചർച്ചയായി ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം മുഖ്യമന്ത്രി കൈക്കൊണ്ടാൽ ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന LDF യോഗത്തിൽ ഇക്കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വരില്ല. അല്ല എങ്കിൽ CPIയെ ഈ LDF യോഗം തുടങ്ങുന്നതിന് മുൻപ് CPM നേതാക്കളോ അല്ലെങ്കിൽ CPM മുഖ്യമന്ത്രി അടക്കമുള്ളവരോ അനൗദ്യോഗിക ചർച്ച നടത്തി ഇത് ഉന്നയിക്കരുത് എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. എന്തായാലും അല്ല എങ്കിൽ CPI കൃത്യമായി ഈ വിഷയം ഉന്നയിക്കും. ഇന്ന് മദ്യനയം അംഗീകരിക്കുന്നതാണ് പ്രധാന അജണ്ട. പക്ഷേ CPI കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പൂരം കുളമാക്കിയത് MR അജിത് കുമാറാണ് എന്നുള്ള PV അൻവറിൻ്റെ വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ പോലീസിൻ്റെ ഇടപെടൽ പൂരം കലക്കാൻ ഒരു കാരണമായിട്ടുണ്ടെന്നുള്ള കൃത്യമായ നിലപാടുള്ള പാർട്ടിയാണ് CPI. അത് CPI സംസ്ഥാന സെക്രട്ടറിയും തൃശ്ശൂരിൽ മത്സരിച്ച VS സുനിൽകുമാറും അടക്കമുള്ളവർ ഇത് പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് RSS നേതാക്കളെ ADGP MR അജിത് കുമാർ 2 തവണ കണ്ടു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതും ഈ പരസ്യമായ ഒരു എതിർപ്പിലേക്ക് ഈ വിഷയത്തിൽ CPI പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് LDF യോഗത്തിന് മുൻപ് ഒന്നുകിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം, അല്ല എങ്കിൽ CPIയുമായി ഒരു ആശയവിനിമയം നടത്തി അക്കാര്യത്തിൽ ഒരു ധാരണ എത്തണം. ഇല്ല എങ്കിൽ എന്തായാലും LDF യോഗത്തിൽ ഇക്കാര്യം